കൊച്ചി അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായത് മുഖ്യ സൂത്രധാരൻ സാബിത്തിന്റെ സുഹൃത്ത് സജിത് ശ്യാം. ഇരുവരും നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്കിംഗ് ഇടപാടുകളെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? ഉമേഷ്. ഷമ്മി, ഇന്നലെ രാത്രിയാണ് ഈ സജിത് ശ്യാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സാബിത് നാസറിൻ്റെ കൂട്ടാളിയാണ്. മുഖ്യപ്രതിയായ സാബിത് നാസറിൻ്റെ കൂട്ടാളിയാണ് ഈ സജിത് ശ്യാം. ഇന്നലെ വൈകിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഇയാളുടെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാളുടെ ഈ മുഖ്യപ്രതിയായ സാബിത് നാസറിൻ്റെ മൊഴി പ്രകാരമാണ് ഈ സജിത്തിലേക്ക് അന്വേഷണം എത്തിയത്. സാബിത് നാസറിൻ്റെ പങ്കാളികളിൽ ഒരാളാണ്. മാത്രമല്ല, ഈ സാബിത് നാസറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒപ്പം ഇയാൾ ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ ഒരു ഇടത്തല സ്വദേശി എടപ്പള്ളിയിൽ താമസിക്കുന്ന സജിത് ശ്യാമിലേക്ക് അങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത്. ഈ സജിത് ശ്യാമിൻ്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴും ഈ സാബിത് നാസറുമായി ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളതായി വ്യക്തമായിട്ടുണ്ട്. ഇറാനിലേക്ക് ഈ അവയവക്കടത്ത് നടത്തുന്ന ആ വേളയിൽ തന്നെയാണ് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളത് എന്നും പോലീസിന് ബോധ്യമായി. ഈ സാഹചര്യത്തിലാണ് ഇയാളുടെ പങ്കാളിത്തം ഈ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് സജിത് ശ്യാമിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള സമയം സജിത് ശ്യാമിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഉത്തരേന്ത്യക്കാരടക്കമുള്ളവരാണ് ഇതിന് ഇരയാക്കപ്പെട്ടത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിൽ ഇടനിലക്കാരായവരും ഈ മാഫിയയിൽ ഉൾപ്പെട്ടവരിൽ കൂടുതൽ മലയാളികളുണ്ട് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ സാബിത് നാസറിൻ്റെ തന്നെ മറ്റൊരു പ്രധാന കൂട്ടാളി ഇപ്പോഴും ഇറാനിലാണ്. അയാൾക്ക് വേണ്ടി അയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടാതെ മറ്റാരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത് എന്നത് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഈ സാബിത് നാസർ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സജിത് ശ്യാമിലേക്ക് എത്തുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ ഒരു പക്ഷേ സജിത് ശ്യാമിനെയും അധികം വൈകാതെ നാളെയോ മറ്റന്നാളോ അയാളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയും. ഇരുവരും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ഏതു പശ്ചാത്തലത്തിലാണ്, ഇവരുടെ കൂട്ടത്തിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം എത്തിക്കാൻ കഴിയും എന്നാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ഷമ്മി, അവയവ കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത് ഉമേഷ്.